ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റേഡിയോ ബെൻസിഗറിൻ്റെ എൻ്റെ ചെടി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മേഘ എസ് പിള്ളൈ. ഞാൻ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 2ാം വർഷ ബിരുദാനന്തര ബിരുദ ബോട്ടണി വിദ്യാർത്ഥിയാണ്. മേട പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. കൊന്നപ്പൂവിനെക്കുറിച്ച് എത്ര പാട്ടുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട കവികൾ മനോഹരമായി വർണ്ണിച്ചിട്ടുള്ളത്. കവികൾക്കും കഥാകാരന്മാർക്കും കലാകാരന്മാർക്കും പൂക്കൾ എന്നും പ്രിയപ്പെട്ട വിഷയം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കൊന്നയും കൊന്നപ്പൂവും. അല്ലെങ്കിൽ തന്നെ ഈ കൊന്നപ്പൂവിന് എന്താ ഇത്ര പ്രത്യേകത എന്നല്ലേ? കണിക്കൊന്നയ്ക്ക് ഒരു മനോഹാരിതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കേരളീയ കാർഷിക വർഷപ്പിറവിയായി വിഷു ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണനും കണിക്കൊന്നയും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു ഐതിഹ്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ പൊന്നരഞ്ഞാണമാണത്രേ കണിക്കൊന്നപ്പൂവ്. അതെന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഞാൻ പറയാം. പണ്ട് ശ്രീകൃഷ്ണ ഭക്തനായൊരു കുട്ടിയുണ്ടായിരുന്നു. അമ്പാടിക്കണ്ണനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കുട്ടി എന്നും തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. കുട്ടിയുടെ പ്രാർത്ഥന കേട്ട് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് പൊന്നരഞ്ഞാണം സമ്മാനമായി നൽകി. പിറ്റേ ദിവസം കൃഷ്ണവിഗ്രഹത്തിൽ പൊന്നരഞ്ഞാണം കാണാത്തതിനാൽ അന്വേഷിച്ചു നടന്ന പൂജാരി കുട്ടിയുടെ കയ്യിലെ പൊന്നരഞ്ഞാണം കാണുകയും അത് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് കുട്ടിയുടെ അമ്മയടുത്തെത്തി. ഇത് കേട്ട് ദേഷ്യപ്പെട്ട അമ്മ കുട്ടിയുടെ കയ്യിൽ നിന്നും പൊന്നരഞ്ഞാണം വാങ്ങി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അരഞ്ഞാണം പോയി വീണ മരത്തിൽ നിറയെ സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂക്കൾ ഉണ്ടായി എന്നാണത്ര ഐതിഹ്യം. ഐതിഹ്യം എന്തുമാവട്ടെ, ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശമാണ് കണിക്കൊന്നയുടെ ജന്മദേശം. ലെഗുമിനോസെ അഥവാ ഫാബേസിയ കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ്. കൊടും വേനലിന് തൊട്ട് മുൻപ് പൂവിടുകയും കാലവർഷം ആകുമ്പോഴേക്കും കായ്കൾ വിത്ത് വിതരണത്തിന് പാകമാകുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ ശീലം. 15 മീറ്റർ നീളത്തിൽ വളരുകയും 50 സെൻറ്റിമീറ്റർ നീളമുള്ള പൂക്കുലയിൽ ഉണ്ടാകുന്ന 1/2 മീറ്ററിൽ കൂടുതൽ നീളമുള്ള ഇരുണ്ട തവിട്ടു നിറമുള്ള കായ്കളിലെ വിത്ത് വഴിയാണത്രേ ഇതിൻ്റെ വംശവർധന. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അതെന്താണെന്നറിയണ്ടേ? തായ്ലാൻഡിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്ന് മാത്രമല്ല, അവിടുത്തെ ഔദ്യോഗിക വൃക്ഷം കൊന്നമരമാണ്. ഈ ഇത്തിരി കുഞ്ഞൻ പൂവിന് കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. മണം പോലും ഇല്ലാത്ത ഈ പൂവിന് ഔഷധ ഗുണമോ എന്നാരും ചിന്തിച്ചു പോകും. സംഗതി സത്യം തന്നെയാണ്. കണിക്കൊന്നയ്ക്ക് ആകമാനം ഔഷധമാണ്. കൊന്നയുടെ പട്ട, ഫലത്തിൻ്റെ മജ്ജ, വേര്, പൂവ്, ഇല എല്ലാം മരുന്നായി ഉപയോഗിക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു. ത്വക്ക് രോഗങ്ങൾക്ക് കൺകണ്ട മരുന്നാണ് കണിക്കൊന്ന. അതിനാൽ ശരീരകാന്തി വർദ്ധിപ്പിക്കാൻ കണിക്കൊന്നയ്ക്ക് കഴിയും. സോറിയാസിസിനെ ശമിപ്പിക്കുവാനുള്ള കഴിവും ഈ പൂവിനുണ്ട്. ആമവാദം, ഹൃദ്രോഗം തുടങ്ങിയ രോഗാവസ്ഥകളിലും കണിക്കൊന്നയെ ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കണിക്കൊന്ന അടിമുടി ഔഷധം തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ കൊന്നപ്പൂവിനെ കവികൾ പോലും വാഴ്ത്തിപ്പാടുന്നതിൽ എന്താണ് തെറ്റ്? ശ്രീ അയ്യപ്പ പണിക്കർ എഴുതിയതുപോലെ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എന്താ അല്ലേ? നാം അധിവസിക്കുന്ന ഭൂമിയിൽ മാത്രമേ ഹരിതസസ്യങ്ങളുള്ളൂ. ചെറുതും വലുതുമായ സസ്യജാലങ്ങൾ നമ്മുടെ ഹരിതഗൃഹത്തെ അത്യാകർഷകവും അധിവാസയോഗ്യമാക്കുന്നതിനും നമ്മൾ എന്നും ചെടികളോടും പൂക്കളോടും കടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പൂവിൻ്റെയും ചെടിയുടെയും വിശേഷവുമായി വീണ്ടും കേൾക്കും വരെ നന്ദി, നമസ്കാരം.